നമസ്കാരം. ക്രാക്ക് പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 ആ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് നവംബർ 26, 1949 അതുകൊണ്ട് നവംബർ 26 നമ്മൾ ഭരണഘടനാ ദിനം അഥവാ നിയമദിനം എന്നൊക്കെ പറഞ്ഞ് ആചരിക്കുന്നത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 പട്ടികകൾ അഥവാ ഷെഡ്യൂളുകളും 22 ഭാഗം അഥവാ പാർട്ടുകളും 395 ആർട്ടിക്കിളുകൾ അഥവാ അനുച്ഛേദങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ക്രമേണ മാറ്റങ്ങൾ സംഭവിച്ചിട്ട് ഇവയുടെ എണ്ണത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 12 ഷെഡ്യൂളുകളാണുള്ളത്. ഒരു കോഡ് ഉപയോഗിച്ചിട്ട് ഈ 12 ഷെഡ്യൂളുകൾ എങ്ങനെ പഠിച്ചെടുക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. PSC പരീക്ഷകളിൽ ഷെഡ്യൂളുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ ഷെഡ്യൂളുകൾ. ആ ഷെഡ്യൂളുകളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ കോഡ് ഇതാണ്: നോട്ട് അപ്ലിക്കബിൾ ഫോർ RSP L2 A2 PM. ഇതാണ് കോഡ്. എന്താ ഒരു പ്രാവശ്യം പറയും: നോട്ട് അപ്ലിക്കബിൾ ഫോർ RSP L2 A2 PM. ഈ കോഡ് ഉപയോഗിച്ചിട്ട് 12 ഷെഡ്യൂളുകൾ എങ്ങനെ പഠിച്ചെടുക്കാം എന്നതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ കോഡിൽ ഓരോ ഷെഡ്യൂളുകളുടെയും ഫസ്റ്റ് ലെറ്ററാണുള്ളത്. ആ ലെറ്റർ ഓർമ്മ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഷെഡ്യൂളുകളിലേക്ക് കടക്കാൻ. ഷെഡ്യൂളുകൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഷെഡ്യൂളുകൾ മാറിപ്പോകാതിരിക്കാനാണ് ഈ കോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ലെറ്റർ വരിക? നോട്ട് അപ്ലിക്കബിൾ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ N, രണ്ടാമത്തെ ലെറ്റർ A. ഫോർ പറഞ്ഞാൽ എന്താ? ഫോർ തന്നെ എടുക്കാം. മൂന്നാമത്തേത് 4, പിന്നെ R, S, P, L2 L 2 A2 A 2 PM. അപ്പോൾ 12 ആയില്ലേ? ഇനി ഓരോ ലെറ്ററും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഷെഡ്യൂൾസിനെ കുറിച്ചിട്ട് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ ലെറ്റർ എന്താണ്? N. N കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നെയിം ഓഫ് യൂണിയൻ സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ജുഡിസ്ട്രിക്ഷൻ. അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും പേരുകളെക്കുറിച്ചിട്ടും ആ സംസ്ഥാനങ്ങളുടെ അതിർത്തികളെക്കുറിച്ചുമെല്ലാം പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് ഒന്നാമത്തെ ഷെഡ്യൂൾ. പഠിച്ചല്ലോ. രണ്ടാമത്തെ ഷെഡ്യൂൾ എന്താണ്? എ. രണ്ടാമത്തെ ലെറ്റർ എന്താ? എ. നോട്ട് അപ്ലിക്കബിളിൻ്റെ രണ്ടാമത്തത് എ. അലവൻസസ് ആൻഡ് എമ്യൂൾമെൻറ്റ്സ് ഓഫ് പബ്ലിക് ഒഫീഷ്യൽസ്, ജഡ്ജസ് ആൻഡ് CAG. അതായത് പബ്ലിക് ഒഫീഷ്യൽസ്, ഉന്നത പൊസിഷനിലിരിക്കുന്ന വ്യക്തികൾ, പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഉപപ്രധാനമന്ത്രി, വൈസ് പ്രസിഡന്റ്, ഗവർണർ, ഇവരുടെ എല്ലാം അലവൻസസിനെ കുറിച്ചിട്ട്, ശമ്പളത്തിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഷെഡ്യൂളാണ് രണ്ടാമത്തെ ഷെഡ്യൂൾ. മൂന്നാമത്തത് എന്തായിരുന്നു? നോട്ട് അപ്ലിക്കബിൾ ഫോർ ആണ്. ഫോറിൻ്റെ ഒപ്പം ഒരു M കൂടിയിട്ട് എടുത്തേ. ഫോം ഓഫ് ഓത്ത് ആൻഡ് അഫർമേഷൻ ഫോർ ഒഫീഷ്യൽസ്. അതായത് സത്യപ്രതിജ്ഞയെക്കുറിച്ച് സംസാരിക്കുന്ന ഷെഡ്യൂളാണ് മൂന്നാമത്തെ ഷെഡ്യൂൾ. ഓക്കെ. അപ്പോൾ അടുത്ത ലെറ്റർ എന്തായിരുന്നു? RSP. ആർ എന്ന് പറഞ്ഞിട്ട് എന്താ? രാജ്യസഭ. ആറെന്ന് കണ്ടോ? അവിടെ ഉറപ്പിച്ചോ രാജ്യസഭയാണ്. സീറ്റ് ടു രാജ്യസഭ. രാജ്യസഭയിലേക്കുള്ള വ്യക്തികളുടെ സീറ്റുകളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഷെഡ്യൂളാണ് നാലാമത്തെ ഷെഡ്യൂള്. നമ്മുടെ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാ? 9 അല്ലേ? അതെല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ നാലാമത്തെ ഷെഡ്യൂൾ പഠിച്ചു. ഇനി അടുത്തത് അഞ്ചാമത്തെ ഷെഡ്യൂൾ എന്തായിരുന്നു? RSP. എസ് എന്ന് എവിടെ കണ്ടോ അവിടെ ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. SC/ST ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. അങ്ങനെ ആലോചിച്ചത്. അതായത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഷെഡ്യൂളാണ് അല്ലെങ്കിൽ പട്ടികയാണ് അഞ്ചാമത്തേത്. ആറാമത്തേത് അതുപോലെ തന്നെയാണ്. പി എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൊവിഷൻസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ഓഫ് ATMM എന്ന് ഒരു കോഡ് വെച്ച് പിടിച്ചത്. അതായത് ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം. ഈ 4 സംസ്ഥാനങ്ങളിലെ ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ അഡ്മിനിസ്ട്രേഷനും കൺട്രോളിനെയും കുറിച്ച് സംസാരിക്കുന്ന ഷെഡ്യൂളാണ് ആറാമത്തെ ഷെഡ്യൂൾ. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ? ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം. മണിപ്പൂരില്ലേ? മണിപ്പൂർ പറഞ്ഞാൽ മണി പൈസക്കാരാണ്. ഇത് പാവപ്പെട്ട SC/ST ഈ ഷെഡ്യൂൾഡ് ട്രൈബുകാർക്കുള്ളതാണ്. അതിനെ കൊണ്ട് എന്താ ഈ മണിപ്പൂർ വരില്ല. ഒരു കോഡിന് വേണ്ടി ഓർത്തതാണ്. ATMM എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പം നോട്ട് അപ്ലിക്കബിൾ ഫോർ RSP 1, 2, 3, 4, 5, 6 ഷെഡ്യൂളുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി എന്താ നമ്മൾ പഠിക്കാനുള്ളത്?
L2, A2, PM. L രണ്ടെണ്ണമുണ്ട്, A രണ്ടെണ്ണമുണ്ട്, പിന്നെ PM. PSC പഠിക്കുന്ന ഏതൊരാൾക്കും അറിയാം 8ാമത്തെ ഷെഡ്യൂൾ സംസാരിക്കുന്നത് ഭാഷകളെ കുറിച്ചിട്ടാണെന്ന്. അറിയില്ലേ? വളരെ PSC പരീക്ഷകളിൽ ഒരുപാട് ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ് 8ാമത്തെ ഷെഡ്യൂൾ എന്തിനെ കുറിച്ചിട്ടാണ്? ഭാഷകളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ 7ാമത്തത് എന്തിനെ കുറിച്ചായിരിക്കും? ലിസ്റ്റിനെ കുറിച്ചിട്ട്. നമുക്കറിയാം 3 തരം ലിസ്റ്റാണുള്ളത്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റുകളെ കുറിച്ചിട്ട് PSC പരീക്ഷകളിൽ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ ഷെഡ്യൂളുകളായിട്ട് അങ്ങനെയാണ് പോട്ടെ. അപ്പോൾ 7ാമത്തെ ഷെഡ്യൂൾ ലിസ്റ്റിനെ കുറിച്ചിട്ട്, 8ാമത്തെ ഷെഡ്യൂൾ ലാംഗ്വേജുകളെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഈ 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായത്. പിന്നീടാണ് ഈ 4 ഷെഡ്യൂളുകൾ ചേർക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ അതിൽ ഇനി എന്തൊക്കെ കോഡ്? A2, PM. A രണ്ടെണ്ണമുണ്ട്, PM അങ്ങനെയാണുള്ളത്. അതിൽ 9ാമത്തെ ഷെഡ്യൂളാണ്. 9ാമത്തെ ഷെഡ്യൂൾ A ആയിരുന്നു കോഡ്. എന്താ? ആക്ട്സ് ആൻഡ് റെഗുലേഷൻ, ലാൻഡ് ഫോം ആൻഡ് അബോളിഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റം. ജന്മിത്ത വ്യവസ്ഥയെക്കുറിച്ചും മറ്റും സംസാരിക്കുന്ന ഷെഡ്യൂളാണ് 9ാമത്തെ ഷെഡ്യൂള്. 10ാമത്തെ ഷെഡ്യൂളോ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. 8ാമത് നമ്മൾ പറഞ്ഞ ലാംഗ്വേജിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 10ാമത് പറയുന്നത്. എന്താ? ആൻറ്റി ഡിഫെക്ഷൻ ലോ അഥവാ കൂറുമാറ്റ നിരോധന നിയമം. ആ കൂറുമാറ്റ നിയമത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഷെഡ്യൂളാണ് 10ാമത്തെ ഷെഡ്യൂൾ. ഓക്കെ, ഈ 9ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അമെൻമെൻറ്റിലാണ് 1951. 10ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തത് 52ാമത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അമെൻമെൻറ്റിലാണ് 1985. ഓക്കെ, ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട്. 11ാമത് PM പ്രൈം മിനിസ്റ്റർ എന്ന് ആലോചിച്ചത്. 11ാമത്തത് ഏതാണ്? P എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തിൻ്റെ പവേഴ്സിൻ്റെയും റെസ്പോൺസിബിലിറ്റീനെയും കുറിച്ചിട്ടാണ് 11ാമത്തെ സംസാരിക്കുന്നത്. 12ാമത്തതോ? പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റീസ്. 11ാമത്തത് പഞ്ചായത്തിൻ്റെയും 12ാമത്തത് മുനിസിപ്പാലിറ്റീസിൻ്റെയും അവരുടെ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീനെ കുറിച്ച് സംസാരിക്കുന്നതാണ് 11ഉം 12ഉം ഷെഡ്യൂളുകൾ. ഓക്കെ, 11ാമത്തെ ഷെഡ്യൂൾ ആഡ് ചെയ്തത് 73ാമത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അമെൻമെൻറ്റിലൂടെയാണ് 1992. 12ാമത്തെ ഷെഡ്യൂളോ തൊട്ട് കഴിഞ്ഞിട്ടുള്ള 74ാമത്തെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അമെൻമെൻറ്റിലൂടെ 1992 തന്നെ. ഓക്കെ, അപ്പോൾ 12 ഷെഡ്യൂളുകളും ഈ ഒരു കോഡ് ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്തായിരുന്നു നമ്മളെ കോഡ്? എന്തായിരുന്നു? നോട്ട് ആപ്ലിക്കബിൾ ഫോർ RSP, L2, A2, PM. ഒന്നാമത്തെ N എന്താണ്? നെയിം ഓഫ് യൂണിയൻ സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ജുഡിസ്ട്രിക്ഷൻ. സംസ്ഥാനങ്ങളുടെ പേരുകളും അതിർത്തികളെക്കുറിച്ചും സംസാരിപ്പിക്കുന്ന ആണ് 1ാമത്തെ ഷെഡ്യൂൾ. 2ാമത്തതോ? അലവൻസസ് ആൻഡ് എമ്യൂലമെൻറ്റ്സ് ഓഫ് പബ്ലിക് ഒഫീഷ്യൽസ്, ജഡ്ജസ് ആൻഡ് CAG. 3ാമത്തത് 4 എന്തായിരുന്നു? ഫോം ഓഫ് ഓത്ത് ആൻഡ് അഫർമേഷൻ ഫോർ ഒഫീഷ്യൽസ്. 4ാമത്തത് R എവിടെ കണ്ടോ അവിടെ ഏതാണ്? രാജ്യസഭ ആലോചിക്കുക. അപ്പം എന്താ? സീറ്റ് ടു രാജ്യസഭയെ കുറിച്ചിട്ടാണ് 4ാമത്തെ ഷെഡ്യൂൾ. 5ാമത്തതോ? S എന്താണ്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയ ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. S എന്ന് അവിടെ കണ്ടോ? SC ST ആലോചിച്ചാൽ മതി. 2 S. അത് കഴിഞ്ഞിട്ട് P എന്താ വരുന്നത്? പ്രൊവിഷൻസ് ഫോർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ATMM. ഏതൊക്കെയായിരുന്നു? ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ 6 ഷെഡ്യൂളുകൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയായിരുന്നു? L2, A2, PM. L2 രണ്ടെണ്ണം ഉണ്ട്. 7ാമത്തത് ഏതായിരുന്നു? ലിസ്റ്റുകളെ കുറിച്ചാണ്. ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട്. 8ാമത്തതോ? ലാംഗ്വേജുകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലാംഗ്വേജുകളെ കുറിച്ചിട്ട്. പല പരീക്ഷകളിലും ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ ഭാഷകളെക്കുറിച്ച് സംസാരിക്കുന്ന ഷെഡ്യൂൾ എത്രാമത്തതാണെന്ന്. 8ാമത്തെ ഷെഡ്യൂളാണ്, മറന്നു പോകരുത്. പിന്നെ 9ാമത്തത് എന്തായിരുന്നു? 9ഉം 10ഉം A ആണ്. 9ാമത്തത് ആക്ട്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പഠിച്ചു. 10ാമത്തതോ? ആൻറ്റി ഡിഫെക്ഷൻ ലോ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. ആൻറ്റി ഡിഫെക്ഷൻ ലോ അഥവാ കൂറുമാറ്റ നിരോധന നിയമം. 11ാമത്തതോ? 11ഉം 12ഉം പഠിക്കാൻ എളുപ്പമാണ്. 11 PM ആണ്. P എന്ന് കണ്ടാൽ പഞ്ചായത്ത്, M എന്ന് കണ്ടാൽ മുനിസിപ്പാലിറ്റി. അതായത് പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത് 11, പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റി 12 പഠിച്ചു കഴിഞ്ഞു. ഭരണഘടനയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് അത്. നമ്മൾ തീർത്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ഷെഡ്യൂൾസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഷെഡ്യൂൾസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇതിനു മുമ്പ് നമ്മളൊക്കെ ഭരണഘടനയിൽ വരുന്ന എന്തൊക്കെ പഠിച്ചു? ഷെഡ്യൂൾസിനെ കുറിച്ച് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു.
പ്രധാനമന്ത്രിമാരെ കുറിച്ച് കൃത്യമായിട്ട് കോഡുകൾ ഉപയോഗിച്ച് പഠിച്ചു, രാഷ്ട്രപതിമാരെ കൃത്യമായിട്ട് കോഡുകൾ ഉപയോഗിച്ച് പഠിച്ചു അല്ലേ? ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പാർട്ടുകളെ കുറിച്ച് പഠിക്കും. പാർട്ടുകൾ എത്ര എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്? ഭരണഘടന നിലവിൽ വരുമ്പോൾ 22 പാർട്ടുകളാണ്, പിന്നീട് അത് 25 പാർട്ടുകളായി. ആ പാർട്ടുകളെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുവരെ താങ്ക് യു.